ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അതായത് മീഷോയിൽ നിന്ന് ഞാൻ നല്ല വിലക്കുറവിൽ കുറച്ച് കിച്ചൺ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ബാസ്ക്കറ്റാണ്. അതായത് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രെയിനേജ് ബാസ്ക്കറ്റാണ്. ഡബിൾ ലെയറാണ് ഇതിന് വരുന്നത്. റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം നമ്മൾ ഇട്ട് വെക്കുമല്ലോ, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതേപോലെ ഇട്ട് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രെയിനേജ് ബാസ്ക്കറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ താഴത്തെ ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് മുകളിലത്തെ ബാസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ പുറത്ത് വെക്കുമല്ലോ, ഗ്രേപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലെ അടച്ച് വെക്കുകയാണെങ്കിൽ ഈച്ച അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അടുത്തത് ഒരു ഓയിൽ ബ്രഷാണ് കേട്ടോ. അതായത് സിലിക്കോണിൻ്റെ ഓയിൽ ബ്രഷാണ് വരുന്നത്. ഇതിൻ്റെ ടിന്ന് വരുന്നത് ഗ്ലാസിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റാണ്. നമ്മൾ ഈ ഗ്ലാസ് ടിന്നിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ടോപ്പ് അടച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രഷ് കൊണ്ട് നല്ല സ്ക്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എണ്ണ അതിലാവും. അപ്പോൾ നമുക്കത് ദോശയോ വെള്ളയപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ക്വാളിറ്റിയുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസൊക്കെ വരുന്ന നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അടുത്തത് ഒരു നൈഫ് ഷാർപ്പനർ ടൂളാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ നൈഫായാലും അല്ലാത്ത നൈഫായാലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ മൂർച്ച വെപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതേപോലെ നമ്മൾ ഒരേ ഡയറക്ഷനിലാണ് ചെയ്യേണ്ടത്. 3 സ്റ്റേജാണ് ഇതിനുള്ളത്. ഒന്ന് പ്രിപ്പ്, ഒന്ന് ഷാർപ്പനർ, പിന്നെ ഒന്ന് ഫിനിഷ്. അപ്പോൾ നല്ലപോലെ തന്നെ മൂർച്ച ആയിട്ടുണ്ട്. ഇതൊരു നമുക്ക് ടൊമാറ്റോ പോലും കട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കത്തിയായിരുന്നു കേട്ടോ. ഇത് നല്ല മൂർച്ചയുണ്ട് ഇപ്പോൾ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്കൂപ്പറാണ്. അത് 3 എണ്ണമാണ് കേട്ടോ. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഇത് വരുന്നത്. 3 കളറായിട്ടുള്ള 3 വലിപ്പത്തിലുള്ള 3 സ്കൂപ്പറാണ്. അപ്പോൾ ഇത് അതിൽ എഴുതിയിരിക്കുന്നത് ഐസ്ക്രീം സ്കൂപ്പർ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പഞ്ചസാര, അരിപ്പൊടി, അതുപോലെ തന്നെ പച്ചരി അങ്ങനെയുള്ള ടിന്നുകളിലാണ് കേട്ടോ ഇത് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് ഇതേപോലെ ഒരു സ്കൂപ്പർ ഉണ്ടെങ്കിൽ. അടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺസാണ്. അതായത് 30 എണ്ണമാണ് കേട്ടോ ഈ സ്പൂണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് തേയില, പഞ്ചസാര, കോഫി പൗഡർ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നുകൾക്ക് യൂസ് ചെയ്യാനും, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് ഐസ്ക്രീം സ്പൂൺ സെർവ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ള സ്പൂണായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പൂണാണ്. അപ്പോൾ ഇത് പല കളറിലും അവൈലബിൾ ആണ്. അടുത്തത് ഒരു പോളിത്തീൻ ഹോൾഡറാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു ഹോൾഡറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. നമുക്ക് കിറ്റും അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹോൾഡറാണ്. അപ്പോൾ അതിന് താഴെയും ഫ്രണ്ടിലുമായിട്ട് ഹോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ എടുക്കാനും ഒക്കെ നല്ല ഈസിയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം അതുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഹാങ് ചെയ്തിട്ടിട്ട് ക്യാരി ബാഗ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നമുക്ക് ആ ഹോളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡറാണ് കേട്ടോ ഇത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്പൂൺ സെറ്റാണ് കേട്ടോ. ഒരു പാക്കിൽ തന്നെ 4 പീസ് വരുന്ന സ്പൂണിൻ്റെ സെറ്റാണ്. പക്ഷേ ഇതിൽ 3 സ്പൂൺ സെറ്റ് എന്നാണ് 3 പീസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. വന്നപ്പോൾ 4 സ്പൂണുണ്ട്. അപ്പോൾ നല്ല ഇതിൻ്റെ ലോങ് ഹാൻഡിലാണ്. 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ നല്ല തിക്നെസ്സുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിൻ്റെ സ്പൂണാണ്. നമുക്ക് ഷെയ്ക്കിലും അതേപോലെ തന്നെ സോഡ സ്പൂണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അടുത്തത് ഒരു ഡ്രോയർ ഡിവൈഡർ ഓർഗനൈസറാണ്. അതായത് സ്റ്റോപ്പേഴ്സ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. 8 പീസിൻ്റെ സെറ്റായിട്ടാണ് ഇത് വരുന്നത്.
പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഡ്രോയറിലും കബോർഡിലൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, മേക്കപ്പ് ഐറ്റംസ്, സ്റ്റേഷനറി, സോക്സ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കബോർഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വാച്ചിൻ്റെ, ടോർച്ച്, മൊബൈൽ ചാർജർ, അതെല്ലാം ഇതേപോലെ നിരന്ന് കിടക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോന്ന് നോക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഓർഗനൈസർ വെക്കുകയാണെങ്കിൽ ഓരോ കള്ളിയിലായിട്ട് നമുക്ക് ചാർജറും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എടുക്കാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡ്രോയറിൻ്റെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ അസംബിൾ ചെയ്തിട്ട് വേണം കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഓരോ കള്ളിയിലെ സംഭവങ്ങളുടെ ചാർജർ നീറ്റായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ കാണാനും നല്ല നീറ്റാണ്, നമുക്ക് ഓരോന്ന് എടുക്കാനും നല്ല ഈസി ആയിരിക്കും. അടുത്തത് ഒരു എഗ്ഗ് സ്റ്റീമറാണ്, ഇലക്ട്രിക് എഗ്ഗ് സ്റ്റീമറാണ് കേട്ടോ. എഗ്ഗ് നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എഗ്ഗ് പോച്ചറാണ്. അത് പല കളറിലും അവൈലബിൾ ആണ്. ഒരേ സമയം നമുക്ക് 7 എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റും. 10 മിനിറ്റാണ് കേട്ടോ ഇത് അവർ പറയുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഇതിനൊരു മെഷറിംഗ് കപ്പ് കൂടി വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഹോൾസാണ് കേട്ടോ ഇതിൽ വരുന്നത്, അതിൻ്റെ കൂടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ വയർ കുറച്ച് നീളം കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നീളം ഉണ്ടെങ്കിൽ നമുക്കിത് എത്തില്ല കേട്ടോ നമുക്ക്. അതുകൊണ്ട് ഞാനിതൊരു കട്ടിംഗ് ബോർഡിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് ഓണാക്കിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ 2 എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഹോൾസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഹോൾസ്, അതിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ബോയിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ സൈഡിലായിട്ടും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.